ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കാമ്പ് വറവാണ്. ബനാന സ്റ്റെമിനാണ് നമ്മൾ വാഴക്കാമ്പ് എന്ന് പറയുന്നത്. നിങ്ങളിൽ ചിലരൊക്കെ ഇതിനെ വാഴപ്പിണ്ടി എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനൊരു വാഴയുടെ കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറം തൊലിയൊക്കെ ഞാൻ കളഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്ന കാമ്പാണിത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്കറിയാം, ധാരാളം ഫൈബർ കണ്ടൻറ്റുള്ള നല്ലൊരു വെജിറ്റബിളാണ് ഈ വാഴയുടെ കാമ്പ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് ധാരാളം ഇതിൽ നാരുള്ളതിനാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിനെ ആദ്യം റൗണ്ടായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ എടുത്തിരിക്കുന്ന കാമ്പിൽ അധികമൊന്നും നാരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാമ്പ് മുറിച്ചിടാൻ നല്ല എളുപ്പമാണ്. പക്ഷേ ചില കാമ്പുകൾക്ക് വളരെയധികം നാരുള്ളതിനാൽ ഇത് നമുക്ക് മുറിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാമ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ മറ്റൊരു കാമ്പ് കൂടിയുണ്ട്. ഇത് കുറച്ച് ധാരാളം നാരുള്ള ഒരു ടൈപ്പ് കാമ്പാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കിത് വട്ടത്തിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്നില്ലേ, ഇത്രയധികം നാര് ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു വിരൽ കൊണ്ട് നമ്മൾക്കിത് നന്നായിട്ട് ചുരുട്ടിയെടുത്തതിനാൽ ഈ കാമ്പിൻ്റെ നാര് കയ്യിൽ കിട്ടും. രണ്ടാമത്തെ റൗണ്ട് കൂടി മുറിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു വിരലിനെ കൊണ്ട് നമ്മൾക്ക് ഈ നാര് ചുരുട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നീട് നമ്മൾ ഈ വട്ടത്തിൽ കീറിയെടുത്തിരിക്കുന്ന ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് കയ്യിൽ ചുരുട്ടിയെടുത്ത ഈ നാരൊന്ന് നമുക്ക് മാറ്റാം ഫസ്റ്റ്. ഇനി ഇതുപോലെ നമുക്ക് കയ്യിൽ വെച്ച് കാമ്പ് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആ സമയത്ത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ നാരുള്ള കാമ്പാണെങ്കിൽ ആ നാര് പകുതിയോളം ഈ കത്തിയിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കത്തിയിൽ നിന്നും എളുപ്പത്തിൽ ഈ നാര് എടുത്ത് മാറ്റാൻ കഴിയുന്നതായിരിക്കും. ഇതിപ്പോൾ കാണുന്നില്ലേ, കത്തിയിൽ കുടുങ്ങിയിട്ടുള്ള നാര് ഞാൻ അങ്ങോട്ട് മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് കാമ്പ് വറവാക്കണമെങ്കിൽ ഈ വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന പീസസൊക്കെ ഇനിയും ചെറുതാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കാമ്പ് എന്ന് പറയുന്നത് നാരില്ലാത്ത കാമ്പാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് തന്നെ ചെറിയ ചെറിയ പീസസായി ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. നാരില്ലാത്തതിനാലാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കുറേ കീറൽ കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ നാരുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം കത്തിക്ക് നാര് വലിഞ്ഞ് ഒരുമാതിരി പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് നല്ല സുഖമാണ്. ഈ ഒരു കാമ്പിൽ നാരില്ലാത്തതിനാൽ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാമ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഈ ചെറിയ പീസസൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. കാരണം ഇത് കുറച്ച് സമയം ഇതുപോലെ ഇങ്ങനെ വെച്ചാൽ ഈ പീസസൊക്കെ ചുവന്നു പോവും. ബാക്കിയുള്ള കാമ്പൊക്കെ നമ്മൾ മുറിച്ച് വരുമ്പോഴേക്കും എന്തായാലും കുറച്ച് ടൈം എടുക്കും. അപ്പോഴേക്കും ഇത് ചുവന്നു പോകാതിരിക്കാൻ ഞാൻ വെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാമ്പ് കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാരില്ലാത്ത കാമ്പാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന രീതി കണ്ടില്ലേ, അപ്പോൾ ആ വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന പീസസൊക്കെ എങ്ങനെയാണ് ചെറുതായി കട്ട് ചെയ്യുന്നത് കൂടി ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കാമ്പ് ധാരാളം നാരുള്ള കാമ്പാണ്. അത് കട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഞാൻ ഒരു വിരൽ കൊണ്ട് അതിലെ നാര് ചുരുട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഈ വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന പീസസിനെ നമുക്ക് ഇതുപോലെ അട്ടിക്ക് വെക്കാം. അട്ടിയായിട്ട് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ മുഴുവൻ കാമ്പും മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊന്നും ആവശ്യമില്ല. ഇതിലെ വെള്ളം മുഴുവനായിട്ട് ഊറ്റിക്കളയാം. എന്നിട്ട് ഈ കാമ്പ് വറവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഏത് അരി വേണമെങ്കിലും എടുക്കാം. ഈ അരി നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് കാത്തിരിക്കാം. അരി നല്ലപോലെ പൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 4-5 വെളുത്തുള്ളി നല്ലപോലെ ചതച്ചതിന് ശേഷമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കാം.
ഇങ്ങനെ കുറച്ച് സമയം വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇനി ഉണക്കമുളകും കറിവേപ്പിലയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അത് ചേർത്തതിന് ശേഷം വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റാം. അങ്ങനെ കുറച്ച് സമയം വഴറ്റിയതിന് ശേഷം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാമ്പ് ചേർത്ത് കൊടുക്കാം. കാമ്പ് ഇപ്പോൾ ചേർക്കുന്ന സമയത്ത് ഇതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. വെള്ളം നല്ലപോലെ കലർന്നതിന് ശേഷമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അങ്ങനെ മുഴുവനായിട്ടും കാമ്പ് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേറെ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ എരിവിന് ആവശ്യമായ ഉണക്കമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് ഇത് അടച്ചു വെക്കാം. ഇനി ഇവിടെ വളരെ തീ കുറച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ ഒരു 5 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതുപോലെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ കാമ്പ് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് സമയം കൂടി ഇതൊന്ന് കുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനാൽ ഞാൻ വീണ്ടും അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഇപ്പോഴും വളരെ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 8-9 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കിയത്. അപ്പോഴേക്കും നമ്മളുടെ കാമ്പ് ഏകദേശം വെന്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കാമ്പ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേരേണ്ടത് ഒരു 5-6 ടേബിൾ സ്പൂണോളം ഞാനിവിടെ ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം വഴറ്റിയാൽ നമ്മളുടെ കാമ്പ് വറവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് കട്ട് ചെയ്ത് എടുക്കുന്ന ഭാഗം മാത്രമേ കുറച്ചൊരു ഹാർഡായിട്ടുള്ളൂ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ കാമ്പ് വറവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ കണ്ടില്ലേ ഇവിടെ ഈ കാമ്പ് വറവ് ഉണ്ടാക്കുന്നതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കുവാൻ. പിന്നെ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. നിങ്ങളും കാമ്പ് വറവ് ഉണ്ടാക്കുന്നവരായിരിക്കും, പക്ഷേ നിങ്ങളുടെ രീതിയിലായിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാകുക. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. അങ്ങനെ നമ്മളുടെ വാഴപ്പിണ്ടിത്തോരൻ, അതായത് കാമ്പ് വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ഇതുപോലുള്ളൊരു പുതിയ റെസിപ്പിയുമായി ഞാൻ വരാം. താങ്ക്